അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് സംസാരിക്കുന്ന വിഷയം തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ്. തസ്ബീഹ് നിസ്കാരം ഒരുപാട് ആളുകൾക്ക് അറിയാം. എങ്കിലും ആ തസ്ബീഹ് നിസ്കാരം എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്, ഏത് ദിക്റാണ് അതിൽ ചൊല്ലേണ്ടത്, എത്ര ദിക്റുകൾ അതിൽ ചൊല്ലണം, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എന്താണ്, ഇനി തസ്ബീഹ് നിസ്കാരത്തിലെ ഓരോ റക്അത്തുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്ർ മറന്നുപോയാൽ എന്ത് ചെയ്യണം, ഏതൊക്കെ സൂറത്തുകളാണ് അതിൽ പ്രത്യേകമായി നാം ഓതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രത്യേകമായിരിക്കുന്ന ദിവസങ്ങളിൽ മാസങ്ങളിലൊക്കെ നാം നിസ്കരിക്കാറുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞത് കാണാം. ഒരാൾക്ക് എല്ലാ ദിവസവും നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അവൻ എല്ലാ ദിവസവും നിസ്കരിക്കണം. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ, വർഷത്തിൽ ഒരിക്കൽ. അതിനും കഴിയില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത്. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം തസ്ബീഹ് നിസ്കാരം പ്രത്യേകമായി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിലെ ദിനരാത്രങ്ങളിൽ തസ്ബീഹ് നിസ്കാരം നാം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരും. തസ്ബീഹ് നിസ്കാരം പകലിലാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി രാത്രിയിലാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി തുടർന്ന് 2 റക്അത്തും നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഒരാൾ പകല് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി 2 റക്അത്ത് പിന്നെയും നിസ്കരിച്ചു എന്നതുകൊണ്ട് നിസ്കാരം സ്വഹീഹാകാതിരിക്കുകയില്ല. രാത്രി ഒരാൾ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചു എന്നതുകൊണ്ട് നിസ്കാരം സ്വഹീഹാകാതിരിക്കുകയില്ല. പക്ഷെ അതിൻ്റെ രൂപം അങ്ങനെയാണ്. പകല് 4 റക്അത്ത് ഒന്നിച്ചും രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി തുടർന്ന് 2 റക്അത്തും നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇതിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് ഈ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വെക്കാൻ തന്നെ കാരണം ഇതിൽ നമ്മൾ 300 തസ്ബീഹുകളാണ് ഈ നിസ്കാരത്തിൽ നാം ചൊല്ലിത്തീർക്കുന്നത്. ഒരു തസ്ബീഹ് തന്നെ 300 തവണയാണ് നാം ചൊല്ലിത്തീർക്കുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നതാണ് ദിക്ർ. അതിൻ്റെ കൂടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുകൂടി ചേർക്കൽ പ്രത്യേകം നല്ലതാണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. പൂർണ്ണമായും ചൊല്ലാൻ കഴിയാത്ത ആളുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതുവരെ ചൊല്ലണം. നിസ്കരിക്കാൻ വേണ്ടി നാം തയ്യാറാകുന്ന സമയത്ത് പൂർണ്ണമായ വുളൂ എടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ബാങ്കും ഇഖാമത്തുമൊന്നും സുന്നത്തില്ല. അതുപോലെ തന്നെ ജമാഅത്തും സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അപ്പോൾ ഖിബിലയിലേക്ക് മുന്നിട്ട് ഉസല്ലി സുന്നത്ത തസ്ബീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ലില്ലാഹി തആല. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു.
എന്ന് നിയ്യത്ത് ചെയ്യുക. രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇനി പകലിൽ നാം 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി സുന്നത്ത തസ്ബീഹി 4 റക്അത്തി മുത്തവജ്ജിഅൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. മലയാളത്തിലും നിയ്യത്ത് വെക്കാം. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇനി 1ാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് വജ്ജഹത്തു ഓതൽ പ്രത്യേകം സുന്നത്താണ്. തുടർന്ന് ഫാത്തിഹ ഓതൽ എല്ലാ നിസ്കാരത്തിലും നിർബന്ധമാണ്. ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. 1ാമത്തെ റക്അത്തിൽ അൽഹാക്കുമുത്ത കാസുർ എന്ന സൂറത്ത് ഓതലാണ് ഏറ്റവും സുന്നത്ത്. സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം റുകൂഇലേക്ക് പോകുന്നതിന് മുമ്പായി കൊണ്ട് 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലണം. അപ്പോൾ 1ാമത്തെ റക്അത്തിലെ നൃത്തത്തിൽ 15 തവണയാണ് ആ ദിക്ർ ചൊല്ലേണ്ടത്. റുകൂഇലേക്ക് നാം പോകുന്നു. റുകൂഇൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലണം. റുകൂഇൽ 10 തവണ ചൊല്ലണം. തുടർന്ന് നാം ഇഅ്തിദാലിലേക്ക് വരുന്നു. ഇഅ്തിദാലിലെ ദിക്റിന് ശേഷം 10 തവണ ഈ ദിക്ർ ചൊല്ലുന്നു. തുടർന്ന് സുജൂദിലേക്ക്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 2ാമത്തെ സുജൂദിൽ ഇപ്പോൾ 65 തവണ നാം ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു. 1ാമത്തെ നൃത്തത്തിൽ 15 തവണ ചൊല്ലി, റുകൂഇൽ 10 തവണ ചൊല്ലി, ഇഅ്തിദാലിൽ 10 തവണ ചൊല്ലി, സുജൂദിൽ 10 തവണ ചൊല്ലി, സുജൂദിൻ്റെ ഇടയിൽ 10 തവണ ചൊല്ലി, 2ാമത്തെ സുജൂദിൽ 10 തവണ ചൊല്ലി. അപ്പോൾ 65 തവണ നാം ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു. 1ാമത്തെ റക്അത്തിൽ 75 തവണ നാം ദിക്ർ ചൊല്ലണം. അപ്പോഴാണ് 4 റക്അത്ത് പൂർത്തിയാകുമ്പോഴേക്ക് 300 ദിക്ർ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നാം ചെയ്യേണ്ടത് 1ാമത്തെ റക്അത്തിലെ 2ാമത്തെ സുജൂദിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കുക. എല്ലാ നിസ്കാരത്തിലും 1ാമത്തെ റക്അത്തിലും 3ാമത്തെ റക്അത്തിലും നാം സുജൂദിൽ നിന്ന് നേരെ നൃത്തത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കൽ സുന്നത്തുണ്ട്. അതിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയുക. ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നാം അവിടെ ഇരുന്ന് 10 തവണ ഈ ദിക്ർ ചൊല്ലിയിട്ട് നേരെ എഴുന്നേൽക്കുക. ആ എഴുന്നേൽക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലേണ്ടതില്ല. എഴുന്നേറ്റ് നാം 2ാമത്തെ റക്അത്ത് ഫാത്തിഹ ഓതി, 2ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് വൽ അസ്ർ സൂറത്താണ്. അങ്ങനെ സൂറത്ത് ഓതി 1ാമത്തെ റക്അത്തിൽ നാം ചൊല്ലിയതുപോലെ തന്നെ ദിക്റുകളൊക്കെ ചൊല്ലി 2ാമത്തെ സുജൂദും കഴിഞ്ഞ് അത്തഹിയ്യാത്തിനിരിക്കുമ്പോൾ അവിടെ അത്തഹിയ്യാത്തിന് ഇരുന്ന് അത്തഹിയ്യാത്ത് പൂർണ്ണമായും ചൊല്ലി അതിനുശേഷം 10 തവണ ഈ ദിക്ർ ചൊല്ലി നാം സലാം വീട്ടുന്നു. പകലിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ 3ാമത്തെ റക്അത്തിലേക്ക് നാം എഴുന്നേൽക്കുന്നു. ഇങ്ങനെ 4 റക്അത്ത് പൂർത്തിയാകുമ്പോഴേക്ക് നാം 300 തവണ ഈ ദിക്ർ ചൊല്ലി തീർത്തിട്ടുണ്ടാകും. അല്ലാഹു തആല പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റുകൂഇൽ ഈ ദിക്ർ നാം മറന്നു. എന്നാൽ തൊട്ടടുത്ത് വരുന്നത് ഇഅ്തിദാലാണ്. എന്നാൽ ഇഅ്തിദാലിൽ ചൊല്ലേണ്ട ദിക്ർ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. ഇഅ്തിദാലിൽ ചൊല്ലേണ്ട ദിക്റും അതോടൊപ്പം തന്നെ പറയപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ഇഅ്തിദാലിലെ കണക്കാക്കിയ എണ്ണമുണ്ട്, 10 എണ്ണം. ആ എണ്ണം മാത്രം ചൊല്ലിയിട്ട് നേരെ നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ സുജൂദിൽ പറയപ്പെട്ട 10 എണ്ണവും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ 10 എണ്ണവും കൂടി സുജൂദിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ.
നമുക്ക് ഇതിൻ്റെ പ്രാർത്ഥന കൂടി പഠിക്കണം ഇൻഷാ അള്ളാഹ്. പ്രാർത്ഥന കേട്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് وآله وصحبه أجمعين. اللهم إني أسألك توفيق أهل الهدى وأعمال أهل اليقين ومناصحة أهل التوبة وعزم أهل الصبر وجد أهل الخشية وطلب أهل الرعبة وتعبد أهل الورع وعرفان أهل العلم حتى أخافك. اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك. سبحان خالق النور. ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين.